നമസ്കാരം. വികസന രേഖ പ്രധാന മുമ്പേ ആവശ്യത് മേയർ ജയനായിട്ടുള്ള എല്ലാവർക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ എല്ലാവരും പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനകം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ ജനങ്ങളുമായി എന്ന ഒരു നിലപാട് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തി. കോർപ്പറേഷന്റെ ഭരണം ജനങ്ങൾ ബിജെപിക്ക് നൽകുകയും ചെയ്യും. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയ ദിവസം അതുവരെ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളുടെയൊക്കെ തന്നെ തുടർ ഫലമായി ലഭിച്ച വിവരങ്ങൾ ഒരു കരട് റിപ്പോർട്ടായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കയ്യിൽ സമർപ്പിക്കുക. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇത് ഒരു പ്രതീക്ഷയാണ്. തിരുവനന്തപുരത്തെ കുറിച്ച് നടന്ന പല ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അന്ന് വരെ ലഭിച്ച വിവരങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഇനിയും 5 വർഷം കൊണ്ട് തിരുവനന്തപുരം എവിടെ എത്തി നിൽക്കണം, ഏതു തരത്തിലുള്ള മാറ്റമാണ് വേണ്ടതെന്നുള്ള ബിജെപിയുടെ കാഴ്ചപ്പാടിൽ ഇനിയും കുറെ കൂടി ചർച്ചകൾ നടക്കാനുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ വികസന സെമിനാർ, ബിജെപിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കുറച്ച് കോൺക്ലേവുകൾ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യം കോർപ്പറേഷന്റെ നേതൃത്വത്തിലും ചില കോൺക്ലേവുകൾ നടക്കുവാനുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോഴാണ് പൂർണ്ണമാവുന്നത്. കൂടുതൽ കാര്യങ്ങൾ അതിനുശേഷം ഡൽഹിയിലെത്തി PMOയുമായിട്ടും കൺസേൺഡ് മിനിസ്ട്രീസുമായിട്ട് മന്ത്രാലയങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടായിരിക്കും പദ്ധതികൾ പ്രഖ്യാപിക്കും. എന്നാൽ പ്രധാനമന്ത്രിയുടെ മുൻപാകെ ഞങ്ങൾ നടത്തിയ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റുവാനുള്ള കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പിന്തുണയും ആ സമയം അതിലൂടെ തീർച്ചയായിട്ടും എല്ലാ കാര്യവും കവർ ചെയ്തു. അപ്പോ അന്ന് അദ്ദേഹത്തിന്റെ മുൻപാകെ സമർപ്പിച്ച വികസന രേഖ പല മാധ്യമ സുഹൃത്തുക്കളും ചോദിച്ചു, വികസന രേഖ എവിടെ? അതുമായി തുടർന്ന പ്രവർത്തനങ്ങൾ ഇപ്പൊ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം ഇതിൽ പ്രധാനമന്ത്രിയുടെ ഒരു വിഷനാണ്, അതിൽ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു ഫോർവേഡിംഗ്, അതിനുശേഷം മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സോഫ്റ്റ് കോപ്പി മൊബൈലിൽ വന്നു. അതിൽ 15 മെയിൻ ആയിട്ടുള്ള 15 സിറ്റിസൺ സെൻട്രിക് ഗവൺമെന്റ്, വേസ്റ്റ് മാനേജ്മെന്റിന്റെ സമായിട്ട് സീവേജ്, സാനിറ്റേഷൻ, ഫ്ലഡ്, ഡ്രിങ്കിംഗ് വാട്ടർ പ്രോബ്ലം, സേഫ് സ്ട്രീറ്റ് ആൻഡ് സ്ട്രേ ഡോഗ്സ്, ഹെൽത്ത് സിസ്റ്റം, ഇൻവെസ്റ്റ്മെന്റ്, ടൂറിസം ഹബ്, മൾട്ടി മോഡൽ കണക്ടിവിറ്റി, ഡിപ്രൈവ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ കോസ്റ്റ്ലി ഏരിയ, യൂത്തിന് അഡ്രസ്, ഫിനാൻസ് ആൻഡ് റിസോഴ്സ്. അതിൽ 15 C ആയിട്ട് ഒരു പോയിന്റ് 15C, അതായത് നിരവധി സ്ഥാപനങ്ങൾ തിരുവനന്തപുരം പ്രോഫിറ്റ് സ്വാഭാവിക ഭാഗം ചെറിയൊരു കോൺട്രിബ്യൂട്ട് ചെയ്ത സ്ഥലത്തും കോർപ്പറേറ്റ് ടാക്സ് സ്ഥലത്തും അവിടെയും കോർപ്പറേഷന്റെ സ്വാഭാവിക സഹായം ഉണ്ടായാൽ നമ്മുടെ ഇത് പൂർണ്ണമല്ല. ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഹാളിൽ രാവിലെ മുതൽ വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം അരമണിക്കൂറുമാണ് കഴിഞ്ഞത്. അതിൽ ഒരുപാട് PM-ന്റെ കൊടുത്തപ്പോൾ അത് കോൺക്ലേവ് ഉണ്ട്. അത് അന്ന് തന്നെ പറയാം, ഫെബ്രുവരി മാസത്തിൽ കോർപ്പറേഷൻ തന്നെ കോൺക്ലേവ് ഉണ്ട്. അതായത് ഇപ്പോ എപ്പോഴും പാർവതി ഇതിനടിയിലൂടെ നമ്മൾക്ക് ആർക്കും ആരും അഡ്മിറ്റ്, ഞങ്ങളുടെ ഹോട്ടലിലോട്ടാണ് തുറന്നു വിടുന്ന, ആരും അഡ്മിറ്റ് ചെയ്യില്ല. ഇത് കണ്ടുപിടിക്കാൻ കോർപ്പറേഷന്റെ കയ്യിലോ ഒരു ഏജൻസി സാറ്റലൈറ്റ് മാപ്പിംഗുമായിട്ട് ഇന്നലെ അവരുമായിട്ട് ഒരു ഏജൻസിയായിട്ട്, മുംബൈ കേന്ദ്രമാക്കിയ ഒരു ഏജൻസിയായിട്ട് സംസാരിച്ച ഒരു പൈലറ്റ് പ്രോജക്ട് അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ ഇന്റൻഷൻ പറഞ്ഞിട്ട് ഒരു വ്യത്യസ്ത നമുക്ക് നമ്മുടെ ഇപ്പൊ ജലാശയങ്ങൾ, ആറുകൾ, നദികൾ ശുദ്ധീകരിച്ചതിന്റെ പിറ്റേ ദിവസം രാവിലെയും തലേതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് അതിനൊരു ഓൾട്ടർനേറ്റീവ് ക്ലീൻ വാട്ടർ പ്രോബ്ലം ഒരു അതിൽ എക്സ്പീരിയൻസ് ഇത് ഹാൻഡിൽ ചെയ്തിട്ടുള്ള അവരെ സംഘടിപ്പിച്ച് അതിനെ വേണം PMOയിൽ കൊടുക്കുകയും ഒരു 5 വർഷത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഡ്രാഫ്റ്റ് 15 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് അത് ഇതിൽ ഞാൻ പറയാം, ഇതിൽ പല പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ ഏറെക്കുറെ എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ കൂടി പിന്തുണയോടുകൂടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ്. പലതും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പദ്ധതികളാണ്. അത് ബിജെപിയുടെ പ്ലാൻ പറയുകയാണ്. ഇതൊക്കെയാണ് ബിജെപിയുടെ പ്ലാൻ പറയുകയാണ്. ഇതിൽ കോർപ്പറേഷനുകളൊക്കെ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കും. മറ്റുള്ള കാര്യങ്ങൾ കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് സംസാരിച്ച് കേന്ദ്ര സർക്കാരിന്റെ ബിജെപിയുടെ ഒരു പ്ലാനാണ്. എല്ലാം എല്ലാം ഒന്ന് അല്ലെങ്കിൽ വേറെ തരത്തിൽ പ്രാധാന്യം അർഹി കൂടുതൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതായത് ടൈം ഫ്രെയിം കുറച്ചുകൂടെ ചർച്ച, ഇത്ര ബഡ്ജറ്റ് ഇന്ന ഡേറ്റ് മുമ്പ് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പറയാം. അത് സാധിക്കും. പുതിയ ഞങ്ങൾ പക്ഷേ ഒരു നിമിഷം പോലും പാഴാക്കാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ജനുവരിലാക്കുന്നതിന്റെ ആദ്യ ഘട്ടം സ്റ്റാർട്ട് ഒരുപക്ഷെ വളരെ കുറച്ചായിരിക്കും. വളരെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് അതിന്റെ പൂർണ്ണമായിട്ട് പറയാൻ കണക്കിനായിട്ടില്ല. അതായത് നമുക്ക് ഒരു 4-5 കോൺക്ലേവ് കൊണ്ട് എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യണം. അപ്പൊ കണക്ട് സാറ്റലൈറ്റ് ആരൊക്കെയാണ്, എവിടെയാണ്, ആരൊക്കെയാവും നിഷേധിക്കാൻ സാധിക്കില്ല. ഇപ്പൊ വന്നിട്ട് ചില ആൾക്കാർ, പക്ഷേ അത് വിവരങ്ങളുണ്ട് നോക്കാൻ. വിഷയം പ്രാഥമിക ചർച്ച ഞങ്ങളുടെ തിരുവനന്തപുരം നഗരസഭ ശ്രീ രാജേഷ് ഇന്നലെ ഒരു മാസം കൊണ്ട് കഴിയില്ല, വ്യക്തിഗതമാകും ഡെപ്യൂട്ടി മേയറുടെ ഒട്ടനവധി കാര്യം നടത്താൻ ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായ ചില വാർത്ത, സാമൂഹ്യ മാധ്യമത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കും. നാടിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച് രാജ്യതരമാക്കി പറയാം. അല്ല നിങ്ങള് ഒരു കാര്യം, പിഴയുടെ കാര്യവും പറഞ്ഞു, അതാണ് സൂചിപ്പിച്ചത്. അതിലാണ് ഇന്നലെ ഒരു 2 പോകുന്നു ഭരണ BJPയുടെ ഇടപെടൽ. അത് നയവ്യതിയാനം, പിഴയുടെ കാര്യം, പിഴ അടയ്ക്കോ അതിൽ പറയുന്നത് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രചരണം അതുമായി ശ്രദ്ധയപ്പെട്ടപ്പോ തന്നെ മേയർ ഞാനും അത് വിളിച്ചു പറഞ്ഞ് അവരറിയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ
റോഡ് ഉപയോഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സിമ്പിളായിട്ട് താങ്കൾക്ക് ഒരു പെറ്റി വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ കൊണ്ട് അടയ്ക്കും. നിയമപരമായിട്ട് സിമ്പിളാണ്. നിയമപരമായിട്ട് അതിന് ഏത് തരത്തിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ആദ്യം ടൈം കൊടുക്കണം പാർട്ടി. ഇപ്പൊ സ്വാഭാവികമായിട്ടും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ നമ്മൾ അത്യാവശ്യം ജില്ലാ കമ്മിറ്റി നേരിട്ട് പാർട്ടി പ്രവർത്തകർ വെച്ച് ജില്ലാ പ്രസിഡന്റ് തലേദിവസം രാത്രി ലേറ്റായിട്ട് കിടന്നത് ഈ വിവരം അറിഞ്ഞ അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നോട്ടീസ് ഞാൻ ജില്ലാ പ്രസിഡന്റ് CPM ജില്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഭരണപരമായ കാര്യങ്ങൾ നടക്കും. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത് ഹാൻഡിൽ